Hi friends, ഞാൻ ഫുഡീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നേക്കുന്നത് പരിപ്പും മുരിങ്ങാക്കോലും കൂടിയുള്ള കറിയാണ്. അപ്പോൾ അത് മാങ്ങയിട്ടാണ് ഞാൻ വെച്ചേക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് പറഞ്ഞുതരാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതിനിടെ ഞാൻ പരിപ്പ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 1/4 കപ്പ് പരിപ്പേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒരുപാട് കുറച്ച് അധികം കറി വേണമെങ്കിൽ കുറച്ചും കൂടെ പരിപ്പ് എടുക്കണം. ഇത് നമുക്ക് കഴുകിയെടുക്കാം. പരിപ്പ് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. വേഗം വെന്ത് ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കണം. വേവാൻ ആവശ്യമുള്ള വെള്ളം കൂടെ ഒഴിച്ചു വെക്കാം. ഇത് കുക്കർ അടച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 2 വിസിലോളം മതി, അത്രയും മതി. ഒരുപാട് പരിപ്പങ്ങ് വെന്ത് ഉടഞ്ഞു പോകരുത്. അപ്പോൾ അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള മുരിങ്ങാക്കോലും മാങ്ങയും കൂടെ വേവിച്ചെടുക്കാം. അപ്പം ഞാനൊരു മുരിങ്ങാക്കോലാണ് എടുത്തേക്കുന്നത്. പിന്നെ മാങ്ങ ഒരെണ്ണം മുഴുവൻ എടുത്തിട്ടില്ല. പുളിയുള്ള മാങ്ങയാണെങ്കിൽ കുറച്ച് മതി, അത് പുളിക്കനുസരിച്ച് ചേർക്കുക. പിന്നെ ഒരു പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഏകദേശം ഒരു 1.5 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ എരിവിനനുസരിച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുക്കാനാണ്. പിന്നെ അതിന് വേണ്ട ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ വേവാനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. ഒന്നിളക്കിയിട്ട് നമുക്കിത് സ്റ്റൗവിൽ വെക്കാം. മാങ്ങയും മുരിങ്ങാക്കോലും പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനി നമുക്ക് അടച്ചു വെക്കാം. അപ്പോൾ കുക്കറിൻ്റെ വിസിലൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പും കൂടെ തയ്യാറാക്കി എടുക്കാം. കുറച്ച് തേങ്ങ വേണം, ഒരു പിടുത്തം തേങ്ങ എടുക്കുക. ഒരുപാട് തേങ്ങ വേണ്ട, കാരണം പരിപ്പിന് നല്ല കൊഴുപ്പുണ്ടാവും. അപ്പോൾ നമുക്ക് അതിലുള്ള ജീരകവും ഉള്ളിയൊക്കെ ഒന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ടീസ്പൂണോളം ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 3 അല്ലി ചെറിയുള്ളി ഇത്ര ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കണം. അരയ്ക്കാൻ ആവശ്യമുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് അരച്ചെടുക്കാം. ഇതേപോലെ അരച്ചെടുക്കണം. നമുക്ക് മാങ്ങയും മുരിങ്ങാക്കോലും വെന്തോന്ന് നോക്കാം. അത് ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പരിപ്പിട്ട് കൊടുക്കണം. അപ്പോൾ പരിപ്പിടുന്നതിന് മുമ്പായിട്ട് പരിപ്പ് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോൾ ഒരുപാട് ഇത് വെന്ത് പോയിട്ടില്ലേ പരിപ്പ്, ഇതേപോലെ കിട്ടണം. അപ്പോൾ ഈ പരിപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ചേരം കൂടെ നമുക്ക് അടച്ചു വെക്കാം. മാങ്ങേൻ്റെ പുളിയൊക്കെ പരിപ്പിലേക്കൊക്കെ ഒന്ന് ഇറങ്ങണം. അപ്പോൾ ഒന്ന് നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പിട്ട് കൊടുക്കാം. അരപ്പിട്ടിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. കുറച്ച് ലൂസായിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം, കാരണം കുറച്ച് കഴിയുമ്പോൾ ഇത് നന്നായിട്ട് കുറുകി വരും. അപ്പോൾ കുറച്ച് അത്യാവശ്യം ലൂസായിട്ട് തന്നെ നമുക്ക് കറിയാക്കിയെടുക്കാം. അപ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പും പുളിയൊക്കെ ഓരോരുത്തരുടെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഇത് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വറവും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ വറവിടാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി വെച്ച് അതിലേക്ക് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ട് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. അപ്പോൾ കടുകൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ പരിപ്പ് മുരിങ്ങാക്കോൽ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് ഞാൻ മാങ്ങ ഇട്ട് വെച്ചതാണ്. ഇപ്പോൾ മാങ്ങ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് വാളംപുളി ചേർത്ത് കൊടുത്താലും മതി പുളിക്കനുസരിച്ച്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും.